ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞങ്ങളെ ഒന്ന് സാക്കറിലേക്ക് വരാൻ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ റെഡിയാക്കി ഇറങ്ങി. ഭയങ്കര തണുപ്പൊക്കെയാണ് കേട്ടോ, നല്ല തണുപ്പാണ് കേട്ടോ. കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഇന്നലെ ഇവിടെ മഴയല്ലായിരുന്നു, ഇന്നലെ ഫുള്ള് മഴയായിരുന്നു. അപ്പം മഴ കഴിഞ്ഞപ്പം തൊട്ട് ഭയങ്കര തണുപ്പ്. ഞങ്ങളാണെങ്കിൽ കുറച്ച് ചെടിയൊക്കെ പോയി മേടിച്ച കേട്ടോ. അതുണ്ട് ബാൽക്കണി വെക്കാൻ. ഇവിടെ പിന്നെ റോസ്, അങ്ങനെ പിന്നെ അത് നമ്മുടെ ചെടിച്ചട്ടി പ്രിപ്പറേഷൻസ് ആട്ടോ. ചെടിച്ചട്ടി നമ്മൾ ഇത് ഞങ്ങളെ നമ്മുടെ തൈര് വാട്ടയില്ല, തൈര് വാട്ട എടുത്തിട്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ സ്പ്രേ പെയിൻ്റ് അടിച്ച്. അപ്പോൾ അതൊരു ചട്ടി പോലെ നമുക്ക് കിട്ടി. എന്നിട്ട് അതിൻ്റെ അടപ്പും പെയിൻ്റ് അടിച്ചെടുത്ത്. അത് അടപ്പ് നമുക്ക് ഇതിൻ്റെ താഴത്ത് ഇങ്ങനെ വെക്കാൻ കണ്ടോ, ഇങ്ങനെ അതാകുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കാൻ, ഇതിൻ്റെ കുത്തു കിടക്കാൻ വേണ്ടി ഇതുപോലെ ചട്ടിയുടെ ഒപ്പം നമുക്ക് കിട്ടത്തില്ല. ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കിയ ചട്ടി ആയതുകൊണ്ട് അതിനൊരു അടപ്പുള്ളതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ ആക്കി എടുത്തതാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് തൈരുപാട്ട ഇരിപ്പുണ്ട്. അപ്പം വെറുതെ കളയണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിന്റ് മേടിച്ചടിക്കാൻ കേട്ടോ. ഓറഞ്ച് അടിച്ചാൽ ഓറഞ്ച്, വെള്ളയാണെങ്കിൽ വെള്ള. നിങ്ങളുടെ ഇതുപോലത്തെ എന്തെങ്കിലും ടിന്നോ പാട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെടി വെക്കാൻ അങ്ങനെ എടുക്കാം. ഉള്ള പെയിന്റ് നിങ്ങൾക്ക് ഏത്, ഇപ്പൊ വൈറ്റ് ആണെങ്കിൽ വൈറ്റ്, അതുപോലെ ഇപ്പൊ പല കളർഫുൾ ചട്ടി ഉണ്ടാക്കണമെങ്കിൽ പല കളർ സ്പ്രേ പെയിന്റ്, അതൊക്കെ ഇങ്ങനെ അടിച്ചാൽ നമുക്ക് തൈരുപാട്ടയാ ഏറ്റവും നല്ലത്. കറക്റ്റ് ചട്ടിയുടെ ഒട്ടിരിക്കും. ഇങ്ങനെ കുറച്ച് ചെടിയൊക്കെ മേടിച്ച്, ഇത് നമ്മുടെ ബന്ദി, പല കളറ്, അങ്ങനെ അതൊക്കെ നമ്മൾ കുറച്ചുകൂടെ സെറ്റപ്പ് ചെയ്യാനുണ്ട് കേട്ടോ. ഇവിടെ റെഡിയാക്കാനുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇത്രയാ വാങ്ങിയത്. പിന്നെ നമ്മുടെ ഈ വിത്ത്, തക്കാളി വിത്തൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മള് മുളക് അതൊക്കെ സെറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് തക്കാളിയൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഞങ്ങള് ഇറങ്ങാൻ പോവാണേ. ഇപ്പം 4:30 അപ്പോൾ ഇപ്പം പെട്ടെന്ന് ഇരുട്ടുമല്ലോ. നേരത്തെ ഇരുട്ടുന്നതാണ് അങ്ങോട്ട് ഇറങ്ങാമെന്ന് കണ്ട. ഇവർ രണ്ടുപേരുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും നമ്മുടെ ഇവിടെ തന്നെ ഉള്ളവരാ. വേണ്ട ഇതും അവൻ കുഞ്ഞായിരുന്നു കേട്ടോ. നമ്മൾ വന്നു കഴിഞ്ഞിട്ട് അവൻ ഭയങ്കര കുഞ്ഞായിരുന്നു. ഇതിന് നല്ല പ്രായമുണ്ട്. ഇവർ രണ്ടുപേരും നേരത്തെ ആയിട്ട് ഇവിടെ ഉള്ളതാണ്. നമ്മളിപ്പം പോവാൻ ഇറങ്ങി കേട്ടോ. ഇവിടെ പിള്ളേര് കളിച്ചോണ്ടിരിക്കുക ഫുട്ബോള്. ഇവിടെ മിക്ക ദിവസവും വൈകിട്ട് ഇങ്ങനെ പിള്ളേര് നമ്മുടെ ഈ ഇന്റർലോക്കിന്റെ അവിടെ ഇവിടുത്തെ പിള്ളേര്, ഇവിടുത്തെ നമ്മുടെ വില്ലയിലെ പിള്ളേര് തന്നെ, പിന്നെ ഇടയ്ക്ക് അപ്പുറത്തെ പിള്ളേര് വരും കേട്ടോ. ചായയും കൂടെ കുടിച്ചിട്ട് പോവാം നമുക്ക്. നമ്മുടെ ഒന്നും ഇല്ല കേട്ടോ. നമ്മളിവിടെ അങ്ങോട്ട് തിരിഞ്ഞ റാഷിദലിയായി. നമ്മുടെ എല്ലാ വീഡിയോയിലും ഉണ്ടല്ലോ. നമ്മളിപ്പം ഇവിടുത്തെ നമ്മുടെ UAE എവിടെ പോണ വീഡിയോയിലും ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ടാ പോകുന്നത്. അതുകൊണ്ട് എല്ലാ വീഡിയോയിലും ഉണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് റാഷിദ് അലി ഭയങ്കര ഫെമിലിയർ ആയിരിക്കും എല്ലാ വീഡിയോയിലും ഉള്ളത് കൊണ്ട്. അപ്പൊ നമ്മുടെ ചായ വന്നു. നല്ല ചൂട് ചായ. നല്ല ചൂട് ചായ ആയിരുന്നു കേട്ടോ. ഞാൻ ചൂട് ചായ എടുത്ത് ഇങ്ങനെ കുടിച്ച് പൊള്ളിപ്പോയേ. കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നു. ഭയങ്കര ചൂടായിരുന്നു. ഞാനൊന്ന് ഊതിയിട്ടാണ് കുടിച്ചത്, പക്ഷെ നാക്കൊക്കെ അങ്ങ് പൊള്ളിപ്പോയി. നമ്മൾ ഇപ്പം മഴയല്ലായിരുന്നു ഇന്നലെയൊക്കെ. അപ്പം നമ്മുടെ ഗ്ലാസ്സൊക്കെ മഴയുടെ ആ ഒരു പൊടിയൊക്കെ വീണിങ്ങനെ ഇരിക്കും. അപ്പം നമ്മൾ തുണി ഓൾറെഡി നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കഫറ്റീരിയയിൽ നിന്ന് ജസ്റ്റ് ഇത്തിരി വെള്ളം, അവിടെ സൈഡിലുണ്ട് നമ്മുടെ കൈയൊക്കെ വാഷ് ചെയ്യുന്ന സ്ഥലം, അവിടെ നിന്ന് ഇത്തിരി വെള്ളം എടുത്ത് നമ്മളപ്പം തുണി ഉണ്ടായിരുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക ഗ്ലാസ്സൊക്കെ. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പം ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. അതാ ജസ്റ്റ് തുടയ്ക്കാമെന്ന് ഓർത്തത്. നമ്മളിപ്പം ചായയൊക്കെ കുടിച്ച് ഇറങ്ങി കേട്ടോ. നമ്മൾ 5:15 ആവും നമ്മൾ എത്തുമ്പം. നമ്മൾ ഈ സാക്കിർ ലേക്കിന്റെ ഒരു ചെറിയ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ മഴയായിരുന്നത് കൊണ്ട് എല്ലാം അടച്ചു. അതായത് നമ്മുടെ
സ്ഥലങ്ങളൊക്കെ നമുക്ക് പോവാനും മഴയൊക്കെ ആയതുകൊണ്ട്. പക്ഷെ അലൈനി പ്രശ്നമില്ലായിരുന്നു തോന്നുന്നു, ദൂരം മാത്രമേ ഉള്ളായിരുന്നു തോന്നുന്നു പ്രശ്നം. മഴയാണോ? മഴയല്ല, ഈന്നങ്ങാണ്ട് തെറിച്ചു. ആ ചില്ലില് വെള്ളം വീണേ, അതാ പെട്ടെന്ന് കണ്ടപ്പോൾ മഴ പോലെ തോന്നി. അപ്പം അതുകൊണ്ടാണ്. അപ്പം നമ്മൾ വേറെ സ്ഥലത്തൊന്നും പോയില്ല. അപ്പം നമ്മൾ ഇന്നലെയും ഉച്ചയിന് നമ്മളിങ്ങനെ വീട്ടിലായിരുന്നു. പിന്നെ വൈകുന്നേരമാണ് നമ്മൾ ജബൽ ഹഫീദി പോയി. പിന്നെ ഇന്ന് നമ്മൾക്ക് പോവാൻ അപ്പം നമ്മൾ ഓർത്തെന്നാ പിന്നെ ദൂരേക്കെങ്ങും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ ഇവിടെ പോവാന്ന് ഓർത്തത്. ഇവിടെ കണ്ടോ ഫുള്ള് നമ്മുടെ ജമന്തിപ്പൂ വെച്ചിരിക്കുക കേട്ടോ സൈഡിൽ. ഇവിടെയൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ചില സ്ഥലത്ത് വേറെ ഒരു വയലറ്റ് കളർ പൂവൊക്കെ ഉണ്ട് കേട്ടോ. വയലറ്റ് പിങ്ക് കളറൊക്കെ. നമ്മുടെ ഇവിടെ ജമന്തി പൂ ആണ് ഈ റൗണ്ട് അബൌട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് വഴി ചെറുതായിട്ട് നമ്മൾ അങ്ങോട്ട് പോകേണ്ട സ്ഥലം നമുക്ക് മിസ്സായി. അപ്പൊ നമ്മളൊന്ന് കറങ്ങേണ്ടി വന്നു നമുക്ക്. സാക്കറിലോട്ട് പോകുന്ന വഴിയാട്ടോ. ഇവിടുത്തെ ലൈറ്റൊക്കെ ഭയങ്കര രസമാണ്, സ്ട്രീറ്റ് ലൈറ്റ്. ഈ വഴി ഭയങ്കര രസമാണ്. രണ്ട് സൈഡ് ഫുള്ള് ചെടികളും എല്ലാം വെട്ടി നല്ല രസത്തിൽ നിർത്തി. ഭയങ്കര രസമുള്ളൊരു വഴിയായത്. ഈ വഴിയിൽ അങ്ങനെ പൊതുവെ ഇത്രയും തിരക്ക് അങ്ങനെ വരാം. തിരക്ക് കുറവാ. ഇത് കണ്ടോ, ആ സൈഡൊക്കെ കണ്ടാ ഫുള്ള് കല്ല് വെച്ച് ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന. പല കളർ യൂസ് ചെയ്തിട്ട് ഇവര് പക്ഷെ എനിക്ക് തോന്നുന്നു ആ കല്ലിപ്പം വീഡിയോ കിട്ടുമോന്ന് അറിയില്ല. കാരണം അവിടുന്ന് സൺലൈറ്റ് ഇങ്ങനെ അടിക്കുന്നത് കൊണ്ട് കിട്ടുമോന്ന് അറിയത്തില്ല. സൈഡിൽ കൂടെ കാണിച്ചു നോക്കിയപ്പോ അങ്ങനെ കാണാൻ പറ്റും ക്ലാസ് താത്തിയാൽ. നമ്മളിവിടെ വന്ന സമയത്തെല്ലാം ഇവിടെ റോഡ് പണിയായിരുന്നു. അപ്പൊ നമുക്ക് അവിടെ കട്ട് ചെയ്ത് ഇങ്ങോട്ട് വരണമായിരുന്നു. എളുപ്പത്തിൽ കയറുകയും ചെയ്യായിരുന്നു, സൈഡിൽ കൂടി ഇങ്ങനെ വന്നാൽ മതി. ഇപ്പം പക്ഷേ അതെല്ലാം മാറി. റോഡ് റെഡി ആയപ്പോൾ ഇങ്ങനെ വന്ന് യു ടേൺ എടുത്താണ്. ഇത് കണ്ടോ ലെഫ്റ്റ് സൈഡിലെ സൺസെറ്റ് നല്ല രസമുണ്ട് കേട്ടോ. അവിടെ ഫുള്ള് മരുഭൂമി. അപ്പം ഡ്യൂൺസിന്റെ ഇടയ്ക്കോട്ടെ ആ ഓറഞ്ച് വെട്ടം അടിക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ റൈറ്റ് സൈഡിൽ ഡ്യൂൺസിൻ്റെ അകത്ത് മൊത്തം ഒരു വണ്ടി ഇറക്കിയേക്കുക. ഫുൾ ഓഫ് റോഡ് വണ്ടികൾ കൊണ്ടുവന്ന് ഇറക്കി ക്യാമ്പിങ്ങും പരിപാടി, അവരവിടെ ഇരിക്കുകയും അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. നമ്മളാണെങ്കിൽ ഇന്ന് നമ്മുടെ കൊച്ചുവണ്ടി എടുത്തോണം ഇറങ്ങിയത്. ഇതിൻ്റെ ഒരു ആവശ്യമുള്ളതാണ് നമ്മൾ ഇത് എടുത്തിട്ട് ഇറങ്ങിയത്. നമ്മള് കഴിഞ്ഞ ആണോ വന്നപ്പം എനിക്കൊന്ന് ചൂടിന്റെ ചൂട് സമയം നമ്മളും പിന്നെ വേറൊരു മലയാളികൾ തന്നെ അത്രയും പേരുണ്ടായിരുന്നു. ഇതിപ്പം ഇപ്പൊ ഇവിടെ ഫുള്ള് വണ്ടികളും ആൾക്കാരും ക്യാരവാനും ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മള് ഫസ്റ്റ് ഇവിടെ വന്നപ്പോ എനിക്ക് തോന്നുന്നു വിന്റർ ആയിരുന്നെന്ന് തോന്നുന്നു അല്ലേ? കഴിഞ്ഞ വർഷം അപ്പോഴും ഇത്രയും തിരക്കില്ലായിരുന്നു. അന്നേരം ഒന്ന് ഇതിന്റെ പകുതി ആൾക്കാർ പോലും ഇരുന്നത്. എനിക്ക് തോന്നുന്ന പിന്നീട് ഇവിടെ കൊറേ അന്നൊന്നും എനിക്കൊന്ന് ഈ സ്ഥലം അങ്ങനെ അറിയത്തില്ലായിരുന്നു കൊറേ പേര്. ഇത് ഇപ്പോഴാണ് കുറച്ച് ഇതായി വരുന്നത്. പക്ഷെ ബജീറായിട്ട് വന്നായിരുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വണ്ടി ഓടിച്ച് പോയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ എല്ലാം റോഡാക്കി കേട്ടോ. ഞങ്ങള് വന്നപ്പോ ഈ റോഡൊന്നും ഇല്ല. അന്നും ഇടക്കും കൂടെ കാട് പോലെ ഇങ്ങനെ ചാടി ചാടിയൊക്കെ നമ്മള് സൈഡിൽ കൂടെ പോയത്. ഇങ്ങോട്ട് ഇതിന്റെ അകത്തോട്ട് കയറാനും വഴിയൊന്നും ഇല്ലായിരുന്നു, റോഡൊന്നും ഇല്ലായിരുന്നു. അന്ന് ഒരുപാട് പേര് ഇതിന്റെ അകത്ത് വണ്ടി ഓടിച്ച് ഇറക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ അപ്പം ഇവിടെ എത്തി കേട്ടോ. നമ്മളപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് നടക്കാനുണ്ട്, കുറച്ച് നല്ല തണുപ്പുണ്ട്.
ഒത്തിരി ഒന്നും നടക്കാനില്ല, എന്നാലും കുറച്ചുണ്ട്. ഈ ബാക്കിൽ കണ്ടോ സൺസെറ്റ് കാണാൻ പറ്റും നമുക്ക്. ദേ ഇവിടെ എല്ലാം കണ്ടോ, ഇവിടെ എല്ലാം വണ്ടി ഓടിച്ച പാടുകളാണ്. നമ്മളപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഫുള്ള് ആൾക്കാരാണ് കേട്ടോ. ആ സൈഡ് നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റില്ല, അല്ലാണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫുള്ള് വണ്ടികളൊക്കെ. ഇത് കണ്ടോ സൺസെറ്റ്, അവിടെ സൺസെറ്റ്, അവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത് കേട്ടോ. നമ്മൾ ഒരു തവണ വന്നപ്പോഴേക്കും ഇവിടെ നമ്മൾ അങ്ങോട്ട് ഇതിൻ്റെ അങ്ങോട്ട് നമ്മൾ നടന്നു പോയായിരുന്നു. അപ്പം അവിടെ മറ്റേ കുതിരപ്പുറത്ത് പോലീസുകാർ നമ്മൾ അവിടെ നമ്മൾ കുറേ ഇങ്ങനെ നടന്നു പോയി. വണ്ടി വരുന്നുണ്ട്. കുറേ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോയി. അന്നേരം പക്ഷെ ഇത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ വണ്ടികൾ ഓടിച്ച് നടക്കുന്നുണ്ടായിരുന്നു ആൾക്കാരാ. മലയുടെ മണ്ടയ്ക്കോട്ടെല്ലാം ആൾക്കാർ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതാ ഒരു പോർഷൻ കേട്ടോ ലേക്കിൻ്റെ. പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കര വെള്ളം ഉണ്ടായിരുന്നു ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ. ഇപ്പം വെള്ളം നല്ലോണം കുറഞ്ഞു സത്യം പറഞ്ഞാൽ. ഇത് കണ്ടോ, ഇത് നല്ല രസമാണ് കേട്ടോ. ഈ കളർ കോമ്പിനേഷൻ, ഒരു ബ്ലാക്കും പിന്നെ മറ്റേ ആ പുല്ലും കൂടെ വരുന്ന കളർ കോമ്പിനേഷൻ ഭയങ്കര രസം. ഇപ്പോഴാണെങ്കിൽ സൺസെറ്റ് കൂടെ ആയതാണ്, ആ വെട്ടമൊക്കെ അടിച്ചിട്ട് നല്ല രസമുണ്ട്. നമ്മളെ അപ്പം വേണ്ട ഇവിടെ താഴെ ഇറങ്ങി കേട്ടോ. അവിടെ ഒരാൾ കൊണ്ടുവന്ന് വണ്ടി പതച്ചു, വേറെ ഒരാൾ കയറ്റുന്നു, അങ്ങനത്തെ പരിപാടിയൊക്കെ. നമുക്ക് പിന്നെ എല്ലാവരുടെയും വീഡിയോ ഇവിടെ അങ്ങനെ എടുക്കാൻ പറ്റാത്തതാണ് ഞങ്ങളൊരു സൈഡിലൂടെ നടന്നെങ്കിൽ പോകുന്നു. ഇതാ ലേക്ക്, കുറച്ചുകൂടെ നടക്കാനുണ്ട് കേട്ടോ. ശരിയാ, എനിക്ക് ഈ കാറ്റടിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പാകുന്ന കേട്ടോ. ആ മണ്ടയ്ക്ക് നിൽക്കുമ്പം ആ കാറ്റടിക്കുന്നോണോ അത്രയും. ശരിക്കും പറഞ്ഞാൽ മിനിഞ്ഞാന്ന് വരെ ഒരു തണുപ്പും ഇല്ലായിരുന്നു. ഞങ്ങൾ തണുപ്പില്ലാത്തതെന്ന് പറഞ്ഞിരുന്ന. ഇപ്പോഴാണേൽ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും തണുപ്പം കൂടി. ഇറങ്ങിപ്പോയി. അതല്ലേ പറഞ്ഞ മണ്ടയിലും വെള്ളം ഇല്ലായിരുന്നു. അതാ ശരിയാ, ഇത് ഒരുപാട് ഇറങ്ങി കേട്ടോ. വെള്ളമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ എല്ലാം വണ്ടി ഓടിച്ച് കളിക്കും ആൾക്കാർ. വെള്ളമേ ഇല്ല ഇവിടെയൊക്കെ. വെള്ളമായിരുന്നു കേട്ടോ ഈ സ്ഥലം ഫുള്ള്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ലേക്ക് കാണുന്ന സ്ഥലം. ഇപ്പൊ അങ്ങ് പോയി കേട്ടോ. ഇത് വെള്ളം ഒട്ടും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഇത് ഫുള്ള് ലേക്കായിരുന്നു കേട്ടോ. ഇത് ഫുള്ള് ലേക്കായിരുന്നു കണ്ടോ. അവിടെയൊക്കെ കുറച്ച് വെള്ളം കിടക്കുന്നത് അതെല്ലാം പോയി. ഇപ്പം എന്തുകൊണ്ട് അങ്ങറ്റത്ത് കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. അതെന്നാലും എന്തായിരിക്കും തണുപ്പായപ്പോ ഇങ്ങനെ വെള്ളം കുറഞ്ഞു പോയത്? സമ്മറിൽ ഇറങ്ങി പോയതാണ് അല്ലേ? അറിയത്തില്ല. സമ്മറിൽ ഇറങ്ങിയതല്ല. സമ്മർ ഞങ്ങൾ വന്നപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരാൾ കുതിരയിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ, കുതിരയുടെ മണ്ടയ്ക്കൊക്കെ. അപ്പോഴിവിടെ സൺസെറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങളും അതൊക്കെ കണ്ടിട്ട് ചെറുകെ അങ്ങോട്ട് പോവാം. ഞങ്ങളിനിയിപ്പോൾ അലൈനിൽ പോവാം കേട്ടോ. അലൈനിൽ പോയിട്ടൊരു ചായ കുടിക്കണം. പേർഷ്യൻ പാലറ്റ് നമ്മൾ മിക്കവാറും പോകുന്ന അവിടെ പോയിട്ട് പോയില്ല. അപ്പോൾ അവിടെ പോയി ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് കണ്ട. നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ തിരിച്ച് വേണ്ട നടന്നുകൊണ്ടിരിക്കുക അങ്ങോട്ട്. ഇവിടെ 5:40 ആയതേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേന് ഏകദേശം ഇരുട്ടി തുടങ്ങി. നമ്മുടെ അവിടെ ഒരു 6:30 ആയ പോലെ ആയി. കാറി കയറിയപ്പോൾ ഒരു ആശ്വാസം തണുപ്പിന്. ഞാൻ ജാക്കറ്റെങ്കിലും ഇട്ടിട്ടുണ്ട്. നീ ജാക്കറ്റ് ഇട്ടു? ഞാൻ ജാക്കറ്റ് എടുക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ എന്തൊക്കെ സാധനമുണ്ട്, പല ടൈപ്പ് ജാക്കറ്റ്. സത്യമാണല്ലേ, നമ്മൾ ഇത്രയും തണുപ്പുണ്ടെന്ന് നമ്മൾ ഓർത്ത്. എന്ന് വെച്ചാൽ തണുപ്പുണ്ടെന്നറിയാം, എന്നാലും ഞാൻ ഓർത്ത് ഇവിടെ ഇത്രയും തണുപ്പൊക്കെ കാണത്തില്ലെന്നോ. ഇന്നലെ ഞാൻ ഇതുപോലായിരുന്നു ജയ്പൂർ ഹബീത്ത് പോയ. ഇത്രയും തണുപ്പ് കാണത്തില്ലെന്ന്. പക്ഷെ ഞാൻ ഇട്ടു. പക്ഷെ വേറെ ജീൻസിന്റെ കോട്ട് പോലത്തെ ഒരു സാധനം ഇട്ട്. അവിടെ ചെന്നപ്പോ ഭയങ്കര കോട ഭയങ്കര തണുപ്പായിരുന്നു. ഭയങ്കര തണുപ്പും നല്ല തണുപ്പുണ്ട്.
ഇനിയിപ്പം എവിടെ പോയാൽ ഇത്രയും തണുപ്പ് പ്രതീക്ഷിച്ച് വേണം പോകാൻ. മറ്റേ ഞങ്ങളുടെ വണ്ടിക്കകത്തായിരുന്നു പജീറോയ്ക്കകത്ത് എല്ലാ സാധനം ഇട്ട് വെച്ചേക്കുവാണ്. കഴിഞ്ഞ വിന്ററിന് അങ്ങനെയായിരുന്നു. ഓൾറെഡി ഇതെല്ലാം അതുപോലെ നമ്മുടെ ചെയറ് ജാക്കറ്റ് 2 എണ്ണം എല്ലാം ഇതിന്റെ അകത്ത് തന്നെ. പിന്നെ നമ്മള് വിന്റർ കഴിഞ്ഞിട്ട് ജാക്കറ്റ് ഒക്കെ എടുത്ത് കഴുകിയൊക്കെ വെക്കുവായിരുന്നു. അല്ല ഇപ്പം വീട്ടിലായിരിക്കുന്നത്. ഇപ്പൊ നമ്മള് ഈ വണ്ടി കിട്ടിയിട്ട് നമ്മള് വിന്റർ കഴിഞ്ഞിട്ടായതുകൊണ്ട് അങ്ങനെ ജാക്കറ്റും എടുത്തിട്ടില്ല നമ്മള്. നമ്മളപ്പം ഇനി പേർഷ്യൻ പാരറ്റിലേക്ക് പൊക്കോണ്ടിരിക്കുവാണ്. നമുക്ക് ഏകദേശം അരമണിക്കൂറുണ്ട് ഇവിടുന്ന് അങ്ങോട്ട്, ദൂരമുണ്ട്. ഇപ്പം നാട്ടിലാണെങ്കിൽ അടൂരൊന്നും കായംകുളം പോകുന്ന ദൂരമുണ്ട്. 30 കിലോമീറ്റർ. ഇവിടെ ആകുമ്പോൾ വലിയ സമയം എടുക്കാത്തതുകൊണ്ട് നമ്മളിങ്ങനെ എത്തും. നമ്മള് സമയം 5:45 ഉള്ളു കേട്ടോ. പക്ഷെ നല്ല ഇരുട്ടായി. ചിലപ്പോ ക്യാമറയിൽ കുറച്ചുകൂടെ ലൈറ്റ് കാണും, പക്ഷെ സത്യത്തിൽ ഇരുട്ടായി. അതെ, ഇപ്പം തണുപ്പായതുകൊണ്ട് എനിക്ക് ചെറിയ ജലദോഷം പോലെയൊക്കെ വന്നു കിട്ടും. അത് നമുക്ക് നാട്ടിൽ വെച്ചേ എനിക്ക് ഇതുണ്ടായിരുന്നു, തൊണ്ടവേദനയും ഇതൊക്കെ. എനിക്ക് വീട്ടിലെല്ലാവർക്കും ഇതുപോലെ പനി പോലെ വന്നായിരുന്നേ. പിന്നെ ഇവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ എത്തുന്നതിന് മുന്നേ മാറിയായിരുന്നു. പക്ഷെ ഇപ്പം തണുപ്പിന്റെ തോന്നുന്നു വീണ്ടും ജലദോഷം പോലെ. നമ്മളിപ്പം പേർഷ്യൻ പാലറ്റ് എത്താറായി കേട്ടോ. ഇവിടെ സിഗ്നലാണ്. നമ്മളെ ടൗണിലായി ഞങ്ങൾ സ്ഥിരമായിരിക്കുന്നത്. കാരണം ഇവിടുന്ന് പുറത്തോട്ട് കാണാൻ പറ്റും. നമ്മളപ്പോൾ ചായയൊക്കെ കുടിച്ച് പേർഷ്യൻ പാലറ്റിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ ലുലുവിലൊന്ന് കയറിയായിരുന്നേ. കുറച്ച് ചെറിയ തേങ്ങ അങ്ങനത്തെ സാധനം, പിന്നെ വെളുത്തുള്ളി അതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം അതും കൂടെ വാങ്ങി. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാം. നമ്മളപ്പോൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലിപ്പോൾ എത്തിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം, കഴിക്കണം, കിടക്കണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.